ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭവാനിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന പകയുടെയും പ്രതികാരത്തിന്റെയും തീ ആളിക്കത്തുന്ന കണ്ണുകൾ, മങ്ങിയ വെളിച്ചം മാത്രം വീഴുന്ന ആ മുറിക്കുള്ളിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തന്നെ അവൾ അഞ്ജനയ്ക്ക് നേരെ തിരിഞ്ഞു. എടി, നിന്റെ ഈ കല്യാണം എങ്ങാനും നടക്കാതെ വന്നാലുണ്ടല്ലോ. ഭവാനിയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ഞാൻ ഉറങ്ങാതെ കണ്ട സ്വപ്നങ്ങളുടെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവാൻ പോവരുത്. നിന്റെ അച്ഛനെ കൊന്നവരോട് നമുക്ക് പകരം ചോദിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ ഞാൻ ഇത്രമാത്രം പാടുപെടുന്നത്. അപ്പോഴാണ് നീ ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് എല്ലാം നശിപ്പിക്കാൻ നോക്കുന്നത്. ഒരു നിമിഷത്തിൽ നിന്റെ ആർത്തിയും അശ്രദ്ധയും കൊണ്ട് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതെല്ലാം തന്നെ തകർത്തില്ലേ നീ? അഞ്ജനയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ രാഘവത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഈ അഞ്ജന ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ ഉള്ളൂ. അമ്മ വെറുതെ വിഷമിക്കേണ്ട. എൻ്റെ പുതിയ പ്ലാനുകൾ എന്താണെന്ന് അമ്മ വഴിയെ കണ്ടോളൂ. അവളുടെ ആ വാക്കുകളിൽ ഒരു തരം വക്രത നിറഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസത്തെക്കാൾ ഉപരി എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരു കുബുദ്ധി അവളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്നു. ഇതേ സമയം മറ്റൊരു വീട്ടിൽ വല്ലാത്ത സംഘർഷത്തിലായിരുന്നു അച്യുതൻ. വരാന്തയിൽ ചാരുപടിയിൽ തലയിൽ ഇങ്ങനെ കൈവച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരുന്ന അച്യുതന്റെ അടുത്തേക്ക് അംബിക വന്നു. അവരുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു ഭയം തളം കെട്ടി നിന്നിരുന്നു. എന്താ അച്ചുവേട്ടാ, എന്താ നിങ്ങളിങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ ഒരു വലിയ ഭാരം മനസ്സിൽ വെച്ചിരിക്കുന്നത് പോലെ? എന്താ കാര്യം? എന്താന്ന് വെച്ചാ എന്നോട് പറ. അംബികയുടെ ശബ്ദത്തിൽ വലിയൊരു ആവലാതി ഉണ്ടായിരുന്നു. അച്യുതൻ പതുക്കെ തലയുയർത്തി അംബികയെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാടധികം അർത്ഥങ്ങളുണ്ടായിരുന്നു. കനത്തൊരു നെടുവീർപ്പോടുകൂടെ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല അംബികയെ. വേണ്ട, എന്നോട് കള്ളം പറയണ്ട. എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ നെഞ്ചിരിപ്പ് കൂട്ടുക, അംബിക ആവർത്തിച്ചു. അംബിക വീണ്ടും നിർബന്ധിക്കുന്ന സമയത്ത് തന്നെ ഒരു നെടുവീർപ്പോട് കൂടെ അച്യുതൻ പറയാൻ തുടങ്ങി, എനിക്ക് നല്ല പേടിയുണ്ട് അംബികയെ. ഏത് നിമിഷത്തിലാണ് നമ്മുടെ ഭൂമിജ ആ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ചങ്കില് തീയ. അവൾ നമുക്ക് എന്നേക്കുമായി കൈവിട്ടു പോകുമോ എന്നൊരു പേടി എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് കേട്ട് നെറ്റിലോട് കൂടെ അംബിക ചോദിച്ചു, അച്ചുവേട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അതെ അംബികയെ, ഏതെങ്കിലും ഒരു ദിവസം അവളുടെ സ്വന്തം അച്ഛൻ വന്നിട്ട് അവൾ ഞങ്ങളുടെ മകളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. കാരണം അവൾ നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞൊന്നുമല്ലല്ലോ. അച്യുതന്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. പെട്ടെന്ന് തന്നെ അംബിക സ്വന്തം നെഞ്ചത്തടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. ഇല്ല അച്ചുവേട്ടാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവൾ നമ്മുടെ മോളാ. എൻ്റെ വയറ്റിൽ പിറന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൾ നമ്മുടെ സ്വന്തം മോളാണ്. നമ്മൾ അവളെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവളുടെ വാക്കുകൾ കണ്ണുനീരിൽ കുതിർന്നിരുന്നു. ഒരമ്മയുടെ ഏറ്റവും വലിയ ഭയം ആ കണ്ണുകളിൽ പ്രതിഫലിച്ചു. അച്യുതൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ അംബികയെ? എനിക്കിപ്പോൾ എന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പോലും ഭയക്കുന്നുണ്ട്. അവളെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. നിനക്കറിയാലോ, അവളെ നമ്മൾ ഇന്ന് വെച്ച ജീവനാണ്. നമ്മളില്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. പക്ഷേ ഈ സത്യങ്ങളൊക്കെ അവൾ എങ്ങാനും മറന്നു കഴിഞ്ഞാൽ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്രയും കാലം നമ്മളവളോട് ഈ വലിയ സത്യം മറച്ചുവെച്ചു എന്ന് അവൾ അറിഞ്ഞാ. അച്യുതന് വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു ഭാരം വന്ന് മൂടുന്നത് പോലെ തോന്നി. അംബിക കണ്ണുനീരൊക്കെ തുറച്ചുകൊണ്ട് പറഞ്ഞു, അച്ചേട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? വിഷമിക്കാതിരിക്ക്. എന്ത് വന്നാലും അതെല്ലാം മുകളിൽ ഭഗവാൻ കാണുന്നുണ്ടല്ലോ. നമ്മൾ മനഃപൂർവ്വം ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ലല്ലോ. അച്ചേട്ടന്റെ കയ്യിൽ കൊന്നു കളയാൻ പറഞ്ഞു തന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ വളർത്തിയില്ലേ? അത്രയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ കൊടും ക്രൂരത ചെയ്യാൻ അച്ചേട്ടന് കഴിഞ്ഞില്ലല്ലോ. ആ പുണ്യം ദൈവം നമുക്ക് തരും. ശരിയാ, പക്ഷേ ഇപ്പോൾ അവർ നടക്കുന്നത് ഇവളുടെ ജീവന് വേണ്ടിയിട്ടാ. അവരെങ്ങാനും ഇവളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാമല്ലോ. അത് മാത്രമല്ല, ഭൂമിജ എങ്ങാനും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റുള്ള മാല അങ്ങ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് വലിയ അപകടമാ. അതൊരടയാളമാണ്, അച്യുതൻ തീർത്തും പറഞ്ഞു. അത് കേട്ട് അംബിക സംശയത്തോട് ചോദിച്ചു, അല്ല, അതെങ്ങനെ അവൾ തരും? ഇത്രയും കാലമായിട്ട് അവൾ ആ മാല കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ട് പോലുമില്ലല്ലോ. ഇല്ല, അത് വാങ്ങിച്ചേ തരൂ. അത് വാങ്ങിക്കാതെ നമുക്കിനി വേറെ വഴിയില്ല അംബികയെ, അച്യുതൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമിജ അങ്ങോട്ടേക്ക് വരുന്നത്. കടയിലേക്ക് പോവാനായി ഒരുങ്ങിയിറങ്ങി വരികയായിരുന്നു അവള്. മുഖത്ത് എപ്പോഴുമുള്ള ആ ഒരു നിഷ്കളങ്കമായ ചിരിയുണ്ട്. അവളുടെ വരവ് കണ്ടപ്പോൾ അച്യുതനും അംബികയും പെട്ടെന്ന് തന്നെ സംസാരം നിർത്തി. പരസ്പരം നോക്കി. എന്താ രണ്ടുപേരും കൂടി ഇവിടെ വരില്ല രഹസ്യം പറച്ചില്? ഭൂമിജ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രഹസ്യം പറച്ചിലോ? ഞങ്ങളോ? ഞങ്ങൾ രഹസ്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അംബിക പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഭൂമിജ അവരെ സംശയത്തോടൊന്ന് നോക്കി. അല്ലച്ചാ, എന്തോ കാര്യമായിട്ട് തന്നെ രഹസ്യം പറയുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി പെട്ടെന്നങ്ങ് നിർത്തിയതാണ്. ഞാനത് കണ്ടു. ഇതൊന്നും വീട്ടിലില്ലാത്ത കാര്യങ്ങളാ. ഇവിടെ അറിയാത്തതായിട്ട് ഒരു രഹസ്യവും ഈ വീട്ടിലില്ല.
അത് നിങ്ങൾ മറക്കണ്ട, അവൾ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും അംബിക ഇടപെട്ടു. അത് പിന്നെ മോൾക്ക് വെറുതെ തോന്നുന്നതാ, ഈ അച്ഛൻ വെറുതെ ഓരോന്നൊക്കെ പറയാ. ഹാ, അച്ഛനല്ലെങ്കിലും ഈ ഇടയായിട്ട് ഇത്തിരി രഹസ്യം പറച്ചിലൊക്കെ കൂടുന്നുണ്ട്, ഭൂമിജ വീണ്ടും കുസൃതിയോടെ പറഞ്ഞു. ഇത് കേട്ട് അച്യുതൻ ഗൗരവത്തോടെ പറഞ്ഞു. മോളെ, ഞാനൊന്നും രഹസ്യമൊന്നും പറഞ്ഞില്ല, ചുമ്മാ അമ്മയോടോരോ കാര്യങ്ങൾ പറഞ്ഞതാ. പിന്നെ മോളോട് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ വീട്ടിലൊന്നും കൊണ്ടുപോയിട്ട് സാധനമൊന്നും കൊണ്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കടയിൽ വന്ന് വാങ്ങിക്കുന്നവർ വാങ്ങിച്ചാൽ മതി. ഭൂമിജയ്ക്ക് പെട്ടെന്നത് മനസ്സിലായില്ല. ഇന്ന് ഞാൻ ആ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അതാണോ അച്ഛൻ്റെ പ്രശ്നം? സ്വാഭാവികമായിട്ടും ഓർഡർ വന്ന ആ വീട്ടിലേക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നൊന്നും വേണ്ട, അച്യുതൻ കുറച്ചുകൂടി കർശനമായി പറഞ്ഞു. അതൊന്നും ശരിയല്ല, നീ ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ, ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ നിനക്ക് വേണം. അതൊക്കെ കേട്ടപ്പോൾ ഭൂമിജയ്ക്ക് അങ്ങ് ചിരി വന്നു. ആഹാ, അതുകൊള്ളാലോ, ഇപ്പോഴാണോ അച്ഛന് ഈ ബോധമൊക്കെ ഉണ്ടായത്? അവൾ തമാശ രൂപേണ ചോദിച്ചു. അംബികയും അച്യുതനെ പിന്തുണച്ചു. അല്ല മോളെ, അങ്ങനെയൊന്നും പെൺകുട്ടികൾ പുറത്തു പോകുന്നതൊന്നും ശരിയില്ല. വേണ്ടവർ അവിടെ കടയിൽ വന്നിട്ട് എടുത്തോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടാം, അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം. അതുപോലെ, അല്ലാതെ ഇനിയിപ്പോൾ നീ ഇങ്ങനെ എപ്പോഴും അടുത്തു കൊണ്ടുപോയി കൊടുക്കൊന്നും വേണ്ട. ഭൂമിജ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നിന്നു. അച്ഛാ, അതെങ്ങനെ ശരിയാവും? ചിലരൊക്കെ ഓർഡർ തന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കേണ്ടി വരും, അതല്ലേ നമ്മുടെ കച്ചവടം? അത് പറ്റില്ല എന്ന് അച്യുതൻ അങ്ങ് തീർത്തും പറഞ്ഞു. അച്ഛൻ്റെ നിർബന്ധം കണ്ട ഭൂമിജ ഒടുവിൽ സമ്മതിച്ചു. ശരി, അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഞാനത് അനുസരിക്കാതിരിക്കുമോ? അവളുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അച്യുതന് ശരിക്കും ഒന്ന് സമാധാനമായത്. പെട്ടെന്ന് തന്നെ ഭൂമിജ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അയ്യോ അച്ഛാ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവിടുത്തെ ഒരു മുറിയിൽ കുറേ അധികം പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അച്യുതൻ്റെയും അംബികയുടെയും നെഞ്ചിടിപ്പ് കൂടി. അവർ പരസ്പരം നോക്കി. അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ ആ സത്യനാഥൻ സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സാറിൻ്റെ മോളുടെയും ഭാര്യയുടെയും ഫോട്ടോ ആണിത്. ഒരു 10-22 വർഷം മുൻപ് ആ സാറിന് സ്വന്തം ഭാര്യയും മക്കളെയും നഷ്ടപ്പെട്ടു പോയതാ. ഇപ്പോഴും ആ സാറ് അതിൻ്റെ വലിയൊരു വിഷമത്തിലാണ് കഴിയുന്നത്. പാവം, അവർക്ക് എന്ത് പറ്റിയതാണെങ്കിലും ഇരിക്കുമല്ലേ. ഇത്രയും കാലമായിട്ടും അവരെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. അവർ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. ഭൂമിജ വളരെ സങ്കടത്തോടു കൂടിയാണ് അത് പറഞ്ഞു തീർത്തത്. അത് കേട്ടപ്പോൾ അച്യുതൻ്റെ മുഖമൊക്കെ ആകപ്പാടെ മാറി. സ്വന്തം ഭാര്യയും മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്ന മകൾ, അത് താനാണെന്ന സത്യം ആ പാവം പെൺകുട്ടി അറിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അച്യുതൻ്റെ ഉള്ളം പിടഞ്ഞു. പക്ഷേ എന്തു ചെയ്യാം, ഒരു സത്യം ഇപ്പോൾ വെളിപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. ഭൂമിജ വീണ്ടും തുടർന്നു. ശരിക്കും പറഞ്ഞാൽ ആ അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് സാറിനെ കണ്ടിരുന്നു. ആ അച്ഛന് എന്നെ കാണുമ്പോൾ പ്രത്യേകം ഒരു വാത്സല്യാണ്, എന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ സമയത്ത് സാറിനോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതെ, ഇനി എനിക്ക് എത്ര കോടി രൂപ തന്നാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്നെ സ്വർണം കൊണ്ടും മൂടാമെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അച്ഛനെ വിട്ടിട്ട് ഞാൻ ഒരിടത്തേക്കും വരില്ല എന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരൊരു കൊച്ചുകുട്ടിയുടെ ആവേശത്തോടു കൂടി അങ്ങ് പറഞ്ഞു തീർത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അംബികക്ക് വല്ലാത്ത ടെൻഷനോടുകൂടെ അച്യുതനെ നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഭയം ഇരട്ടിച്ചു. അവരെ രണ്ടുപേരെയും നോക്കി ഭൂമിജി ചോദിച്ചു. എന്താ രണ്ടുപേരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത്? കൊള്ളാലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ടെൻഷനായോ? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അച്യുതൻ വിഷയം മാറ്റാനായി പറഞ്ഞു. മോളെ, നിന്റെ ആ കഴുത്തിൽ കിടക്കുന്ന മാല അതിപ്പോൾ പൊട്ടാവുന്ന പരുവത്തിലായല്ലോ. ഭൂമിജ മാലയിൽ നിന്ന് തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിനൊരു കുഴപ്പമില്ല അച്ഛാ. മോൾ അതും കൂടി ഇങ്ങോട്ടേക്ക് തായോ, അച്ഛന് ഒന്ന് രണ്ട് ആവശ്യമുണ്ട്. അച്യുതൻ കൈനീട്ടി. ആവശ്യമോ? അച്ഛൻ ഈ മാല കൊണ്ട് എന്താ ആവശ്യം? ഭൂമിജ അമ്പരപ്പോട് ചോദിച്ചു. അതെ, ഞാൻ മോൾക്കത് പിന്നെ തരാം, എനിക്കൊന്ന് പണയം വെക്കാൻ വേണ്ടിയിട്ട് വേണം. അച്ഛൻ എന്തിനാ ഇപ്പോൾ പണം വെക്കുന്നത്? പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു. കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ ആ മാല അതിപ്പോൾ പൊട്ടിയാലും കൂടി പൊട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയല്ലേ, മോൾ അതിങ്ങത്താ. അച്യുതൻ വീണ്ടും നിർബന്ധിച്ചു. ഇത്രയും കാലമായിട്ട് അച്യുതൻ അവളോട് ആ ഒരു മാല ഊരി വാങ്ങിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഭൂമിജ വീണ്ടും ചോദിച്ചു. അച്ഛൻ ആവശ്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അത് പിന്നെ ആ വണ്ടിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴേക്കും അത് വഴിയിൽ നിന്ന് പോവുമല്ലേ, അതിനു വേണ്ടിയിട്ടാ. അച്യുതൻ ഒരു കള്ളം പറഞ്ഞു നോക്കി. ഒടുവിൽ അച്ഛൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഭൂമി ഏതായാലും ആ കഴുത്തിൽ നിന്ന് മാല ഊരി അച്യുതൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ മാലയും അതിലെ ലോക്കറ്റും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് എത്രത്തോളം അപകടമാണ് എന്ന് അച്യുതന് നന്നായിട്ട് അറിയാമായിരുന്നു. മാല കൊടുത്തതിന് ശേഷം ഭൂമിജ അവരോട് യാത്ര പറഞ്ഞ കടയിലേക്ക് പോയി. ഭൂമിജ പോയപ്പോൾ അച്യുതൻ വേഗത്തിൽ തന്നെ ആ മാലയുമായി വീടിനകത്തെ മുറിയിലേക്ക് കയറി. അവിടെ അലമാരന് മുകളിലായിട്ട് ഒരു പഴയ ട്രക്ക് പെട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു താഴേക്കായിട്ട് പതുക്കെ തുറന്നു. അതിനുള്ളിൽ മരവിച്ചു പോയ കുറേ അധികം ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് അംബികയും അങ്ങോട്ടേക്ക് കടന്നു വന്നു. എന്താ അച്ചുവേട്ടാ? അംബിക ചോദിച്ചു. അച്യുതൻ പെട്ടിയിലിരിക്കുന്ന ആ ഒരു ചെറിയ കുപ്പായം എടുത്ത് കാണിച്ചു. അവൾ അന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇട്ടുവന്ന ഡ്രസ്സാണ് ഇതൊക്കെ, ഇതിനകത്താ ഇതിരിക്കുന്നത്. കൂടെ ഞാൻ ഇതും കൂടി, ഈ മാലയും കൂടി ഇതെടുത്തു വെക്കുക. അച്യുതൻ ആ മാലയും ലോക്കറ്റും കൂടി വേഗം പെട്ടിനകത്തേക്ക് എടുത്തു വെച്ചു.
അംബിക സംശയത്തോട് ചോദിച്ചു. അല്ല അച്ചുവേട്ടാ, അവൾ വന്ന് ആ മാല ചോദിക്കില്ലേ, അപ്പോൾ നമ്മൾ എന്ത് പറയും? ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പണയത്തിൽ നിന്നും എടുത്തിട്ടില്ല എന്ന് പറയാം. എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് തന്നെ അച്യുതൻ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ അംബികക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അച്ചുവേട്ടാ, എത്ര കാലം നമ്മൾ ഈ സത്യം ഇങ്ങനെ മറച്ചു വെക്കും? അച്യുതൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. പോകുന്നതിനും വരെ പോട്ടെ അംബികെ, എന്നെങ്കിലും ഒരു കാലത്ത് അവൾ അറിയുമ്പോൾ അറിഞ്ഞാൽ മതി. അതുവരെ ഈ സത്യം ഇവിടെ ഈ പെട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടാൻ പാടില്ല. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല അംബികെ എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതൻ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ ജീവന്റെ പാതിയായ മകളെ നഷ്ടപ്പെടുമോ എന്ന ഭയം ആ അച്ഛൻ്റെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചിരുന്നു. കരയുന്ന അച്യുതനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അംബികയും കണ്ണുനീർ വാർന്നു നിന്നുപോയി. ഇതേ സമയത്താണെങ്കിൽ അങ്ങ് ദൂരെ വലിയൊരു ബംഗ്ലാവിൽ സങ്കടത്തിന്റെ കാർമേകൾ ഉരുണ്ടുപൊട്ടുന്നുണ്ടായിരുന്നു. സൗഭാഗ്യ മുത്തശ്ശി ഭക്ഷണമൊന്നും കഴിക്കാതെ മുറിയിൽ തന്നെ ഇരിക്കാണ്. അവരെ ഫുഡ് കഴിക്കാനായി വിളിക്കാൻ സംഗീത അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, സംഗീത സ്നേഹത്തോടെ വിളിച്ചു. മുത്തശ്ശി മുഖം തിരിച്ചു കൊണ്ടു പറഞ്ഞു, വേണ്ട, എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? അമ്മ വന്ന് ഭക്ഷണം കഴിക്കണം. അമ്മ ഇന്നലത്തെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ആ അഞ്ജലിയുടെ കാര്യം സംഗീത ചോദിച്ചു. അല്ലാതെ ഞാൻ പിന്നെ എന്താ ഓർക്കേണ്ടത്? അവൾ ഇങ്ങനെ ഒരു പെണ്ണാണെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞോ? അജയന്റെയും അവളുടെയും കൂടെ വിവാഹം നടത്താൻ നമ്മൾ തീരുമാനിച്ചതല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ സംഗീത അത് ശരിയാവുന്നത്? മുത്തശ്ശി വളരെ സങ്കടത്തോടെ ചോദിച്ചു. അവൾ മദ്യപിച്ച് കാണിച്ച കോപ്രായങ്ങളൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. തങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ മരുമകളായി അംഗീകരിക്കുമെന്ന് ആ മുത്തശ്ശിയുടെ മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. സംഗീത മുത്തശ്ശിയെ ആശ്വസിപ്പിച്ചു. അമ്മ ആ കാര്യം ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട, അത് വിട്ടുകളാ. അമ്മ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്ക്, വല്ലതും ആകുമോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സത്യനാഥൻ വരുന്നത്. ധൃതിയിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ദേ അമ്മേ, അമ്മക്കൊരു കോള് വരുന്നുണ്ട്, സത്യനാഥൻ പറഞ്ഞു. ആരാ ഈ സമയത്ത്? മുത്തശ്ശി ചോദിച്ചു. നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരിയ, സത്യനാഥൻ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശി വേഗത്തിൽ തന്നെ ഫോൺ വാങ്ങിച്ച് കാതിലേക്ക് വെച്ചു. എന്താ തിരുമേനി, എന്താ ഈ സമയത്ത്? മറുതൽക്കിൽ നിന്ന് പൂജാരി പരിഭ്രമത്തോടെ പറഞ്ഞു. അതെ, നിങ്ങളുടെ കൊച്ചുമോളുണ്ടല്ലോ അഞ്ജന, അവൾ ഇവിടെ വന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചുകൊണ്ട് നിൽക്കുവാണ് അവൾ. ഞാൻ പുറന്നിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. ദേ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ വരണം. അത് കേട്ട് മുത്തശ്ശി ഞെട്ടിത്തെറിച്ചു പോയി. കയ്യിൽ കർപ്പൂരം കത്തിച്ചു എന്നോ? എൻ്റെ ഭഗവതിയെ! മുത്തശ്ശി വല്ലാതെ ടെൻഷനായി. അവർ പെട്ടെന്ന് തന്നെ വീട്ടിലെ എല്ലാവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ സത്യത്തിൽ അതൊക്കെ അഞ്ജനയുടെ വെറും ഒരു തന്ത്രം മാത്രമായിരുന്നു. കല്യാണം വേണോ വേണ്ടയോ എന്നുകൂടി ഒന്നുകൂടി ആലോചിക്കണമെന്ന് മുത്തശ്ശി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എങ്ങാനും കല്യാണം നടത്താതെ തീരുമാനിച്ചാലോ എന്ന് അവർ കരുതി. അങ്ങനെ തീരുമാനത്തെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി അവൾ മെന്നെടുത്ത ഒരു കള്ളനാടകം മാത്രമായിരുന്നു ഈ ഒരു കർപ്പൂരം കത്തിക്കലൊക്കെ. മുത്തശ്ശിയും സത്യനാഥനും സംഗീതയും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കാണുന്നത് കൈകൾ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അഞ്ജനയാണ്. ഭക്തിയും സങ്കടവും അഭിനയിച്ചുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്നു. അവളുടെ കയ്യിലെ തീ ആളിക്കത്തുമ്പോൾ ഉള്ളിലെ കാപഢ്യത്തിന്റെ തീ അതിനേക്കാൾ വേഗത്തിൽ കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് മുത്തശ്ശി അവളെ പിടിച്ചു മാറ്റി. കർപ്പൂരം അങ്ങ് താഴേക്ക് എറിഞ്ഞു. എന്താ മോളെ നീ ഈ കാണിക്കുന്നത്? ഇതെന്തേ ചെയ്തു വെച്ചിരിക്കുന്നത്? മുത്തശ്ശി അവളെ കുറെ അങ്ങ് വഴക്ക് പറഞ്ഞു. അഞ്ജന കണ്ണുനീർ വാഴ്ത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. മുത്തശ്ശി, ഞാൻ ഇന്നലെ കാണിച്ചത് വലിയ തെറ്റായി പോയി. ഞാൻ അങ്ങനെ മദ്യപിക്കാനൊന്നും പാടില്ലായിരുന്നു. എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു വേദന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മുത്തശ്ശി. ആ ഒരു വേദനയോടുകൂടിയാ ഞാൻ ഇത്രയും നാളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഹോസ്റ്റലാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചിന്തകൾ വരും. എൻ്റെ അച്ഛനില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം. അപ്പോൾ എനിക്കിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മാനസികാവസ്ഥ വരുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ആയി പോകുന്നതാ. പക്ഷേ ഇന്നലെ ഞാൻ ചെയ്തത് വളരെ മോശമായി പോയി. അതിനുള്ള പശ്ചാത്താപമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ചെയ്യുന്നത്. മുത്തശ്ശിയോടും എല്ലാവരും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നത് പോലെ അഭിനയിച്ചു. ഓരോ വാക്കും കൃത്യമായി കണക്ക് കൂട്ടി തന്നെ അവൾ പ്രയോഗിച്ചിരുന്നു. അവളുടെ ആ ഒരു കരച്ചിലും വാക്കെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ സൗഭാഗ്യ മുത്തശ്ശിയുടെ മനസ്സങ്ങ് അലിഞ്ഞു. അവരവളെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ദേ, നീയും അജയും കൂടി തമ്മിലുള്ള കല്യാണത്തിന് ഒരു മുടക്കവും ഉണ്ടാവില്ല. ഈ മുത്തശ്ശി മുൻപേ ആ കല്യാണം മുന്നിൽ നിന്ന് തന്നെ ആ ഒരു കല്യാണം നടത്തി തരൂ. മോൾ ഇതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട. മോൾ ഇപ്പം തന്നെ ആ ഒരു തെറ്റിൽ കുറ്റബോധമുണ്ടല്ലോ, അത് മതി. മുത്തശ്ശി അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. അല്പം മാറി നിന്ന ഭവാനിയുടെ മുഖത്ത് അപ്പോൾ ഒരു വിജയച്ചിരി പടർന്നു. തൻ്റെ മകൾ വലിയ ബുദ്ധിമതിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇവളെന്നാലും എന്തൊക്കെ അഭിനയിച്ചു പറഞ്ഞാലും ഒടുവിൽ കല്യാണം നടത്തുമെന്നുള്ള ആ ഒരു ഉറപ്പിലായിരുന്നു. കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചല്ലോ എന്നൊരു ചിന്തയിലായിരുന്നു ഭവാനി. പക്ഷേ അതൊക്കെ അവളുടെ വെറും ഒരു തന്ത്രമാണെന്നുള്ള കാര്യം സംഗീതക്കോ സത്യനാഥനോ അതോ സൗഭാഗ്യ മുത്തശ്ശിക്കോ ഒട്ടും മനസ്സിലായില്ല. അവരാ കാപഢ്യത്തെ സത്യമെന്ന് വിശ്വസിച്ച് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ഷേത്രമുറ്റത്ത് എരിഞ്ഞടങ്ങിയ കർപ്പൂരത്തേക്കാൾ വേഗത്തിൽ അവിടെയുള്ളവരുടെ ബുദ്ധി അഞ്ജനയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ എരിഞ്ഞടങ്ങിയിരുന്നു. അങ്ങനെ വരാനിരിക്കുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല.
വിധി എല്ലാവരെയും നോക്കി പരിഹസിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ വിവാഹിതരായാൽ സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.